കോഴിക്കോട് വയനാട് തുരങ്കപാതയുടെ ടെക്നിക്കൽ ബിഡ് പരിശോധന തുടങ്ങിയതായി മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കൊടുവള്ളിയിൽ നവീകരിച്ച കരുവമ്പൊയിൽ ആലന്തര റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷം തന്നെ തുരങ്കപാതയുടെ പ്രവൃത്തി തുടങ്ങാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ച് ടെക്നിക്കൽ ബിഡ് പരിശോധന തുടങ്ങിയതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഈ വർഷം തന്നെ തുരങ്കപാതയുടെ പ്രവൃത്തി തുടങ്ങാനാകുമെന്ന് കൊടുവള്ളിയിൽ നവീകരിച്ച കരുവമ്പൊയിൽ ആലുന്തറ റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മന്ത്രി വ്യക്തമാക്കി. തുരങ്കപാത യാഥാർത്ഥ്യമായാൽ കോഴിക്കോട് വയനാട് ജില്ലകളിലെ കാർഷിക വ്യാപാര വിനോദസഞ്ചാര മേഖലകളിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാകും. കൊടുവള്ളി മേഖലയുടെ മുഖച്ഛായ തന്നെ മാറും. 2043.70 കോടി രൂപയാണ് പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ നീക്കിവെച്ചിട്ടുള്ളത്. ഈ സർക്കാർ നിലവിൽ വന്ന ശേഷം കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ 9 റോഡുകൾ BM&BC നിലവാരത്തിലേക്ക് മാറ്റിയതായി മന്ത്രി അറിയിച്ചു. ഇതിനായി 25 കോടി രൂപയാണ് അധികമായി ചെലവഴിച്ചത്. BM&BC രീതിയിൽ റോഡ് നിർമ്മിച്ചാൽ 6 വർഷത്തേക്ക് അറ്റകുറ്റപ്പണി നടത്തേണ്ടതില്ല. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഗുണമേന്മയുള്ള നിർമ്മാണ രീതിയാണ് BM&BC. എന്നാൽ 1 കിലോമീറ്റർ നിർമ്മിക്കാൻ 50 ലക്ഷം രൂപ അധികം ചെലവഴിക്കണം. ഇങ്ങനെ അധികം തുക ചെലവഴിക്കുന്നത് റോഡ് ദീർഘകാലം ഈടുനിൽക്കും എന്നതിനാലാണെന്ന് മന്ത്രി വ്യക്തമാക്കി. നവീകരിച്ച കരുവൻപൊയിൽ ആലന്തറ റോഡിന്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ്. കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ 42 PWD റോഡുകളാണുള്ളത്. അത് 191 കിലോമീറ്ററാണ്. BM&BC ചെയ്ത റോഡുകൾ ഇതിൽ 25 എണ്ണമാണ്. ചടങ്ങിൽ MK മുനീർ MLA അധ്യക്ഷനായി. PT റഹീം MLA മുഖ്യാതിഥിയായി. നഗരസഭാ ചെയർമാൻ വെള്ളറ അബ്ദു, മുൻ MLA കാരാട്ട് റസാഖ്, ഓമശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗംഗാധരൻ, മാതോലത്ത് ആയിഷ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.